ഇത്ര സമയം എവിടെ പോയി അണ്ണാ? എനിക്ക് 1-2 പരിപാടി ഉണ്ടായിരുന്നു. വാ കഴിക്കാം, വാ. ഇല്ലടോ, ഞാൻ കഴിച്ചതാ. ഞാൻ നല്ല തട്ടുദോശ കഴിച്ചു. പിന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആർക്കാണ്? എടോ, എന്റെ കൂടെ SK ഉണ്ടായിരുന്നു. അവൻ രാത്രി ആയപ്പോ വിശക്കുന്നു പറഞ്ഞ് ഭയങ്കര വേണം. പിന്നെ അവനും മേടിച്ചു കൊടുത്തു, ഞാനും കൂടി കഴിച്ചു. എന്നാ കിടക്ക്. അയ്യോ, എന്താ ചിരിക്കണേ? എന്റെ പൊന്നുസരി ഒന്നും പറയണ്ട. ഇന്നേ വലിയൊരു സംഭവം ഉണ്ട്. എന്തോന്ന്? ഞാനിന്ന് നമ്മുടെ ഗ്രേറ്റ് അമ്മയെ പോയി കണ്ടിരുന്നു. എന്നിട്ടെന്താ ഒരുപാട് സംസാരിച്ചു. എന്ത് സംസാരിച്ച്? ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പാസ്പോർട്ട് ചോദിക്കാൻ വേണ്ടിട്ടാണ് വീട്ടിലേക്ക് ചെന്നത്, അമ്മയെ കാണാൻ വേണ്ടി. പക്ഷെ അമ്മയ്ക്ക് ഒരേ നിർബന്ധം, എനിക്ക് എന്റെ പാസ്പോർട്ട് തിരിച്ചു തരത്തില്ല. അപ്പൊ ഞാൻ തിരിച്ചു പറഞ്ഞു, ശരി തരണ്ട, പക്ഷേ ഒരു ഡോക്യുമെന്റിലും എന്റെ സൈൻ ഞാൻ ഇട്ട് തരത്തില്ല. ഇനിയെങ്കിലും അമ്മയ്ക്ക് എന്റെ ഒപ്പിന്റെയും എന്റെ മേലെയൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ. പ്രതീഷിന്റെ സൈൻ നീ ചെയ്യൂ. എന്താണെങ്കിലും ആ സൈനിന് വേണ്ടിട്ടെങ്കിലും അമ്മ എനിക്ക് പാസ്പോർട്ട് തിരിച്ചു തരുമായിരിക്കും അല്ലേ? സുരഭി, താനിത് എന്തോ ആലോചിക്കുന്നേ? ഒന്നുമില്ല അണ്ണാ, ഞാൻ ഇപ്പൊ വരാം. എവിടെ പോവാ? വെള്ളം എടുക്കാൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതിങ്ങനെ ചുമ്മാ പറഞ്ഞോണ്ട് പോയാൽ ശരിയാവത്തില്ല. കാര്യത്തിന് എവിടെങ്കിലും ഒരു അവസാനം വേണം. എത്ര നാളായി ഒരു റബ്ബർ ബാൻഡ് വലിക്കുന്നവർ ഇതിങ്ങനെ വലിച്ച് 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 ഇപ്പൊ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. പൈസ വക്കീലെ, എന്നെ കൂടെ ഒന്നും പറയിപ്പിക്കരുത്. പൈസ ചോദിക്കാൻ എനിക്ക് യാതൊരു നാണമില്ലേ? ആദ്യം കേസിന്റെ കാര്യം എന്തായെന്ന് പറ. അതിനെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയട്ടെ, ഇല്ലെങ്കിൽ ഞാൻ എന്റെ വഴി നോക്കുവേ. എപ്പോ ചോദിച്ചാലും പൈസ കണക്ക് മാത്രമുണ്ട്. കേസ് എന്താന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു ഉത്തരവും ഇല്ല. അയ്യോ, വേഗം ആട്ടെ, പെട്ടെന്ന് വേണം. മനസ്സിലായോ? എല്ലാ പേപ്പറും ശരിയായിട്ടുണ്ട്. ഈ കേസിന്റെ കാര്യം എത്രയും പെട്ടെന്ന് ഒരു തീർപ്പാക്കാൻ ശ്രമിക്കുക. തന്നെ കൊണ്ട് പറ്റത്തില്ലെങ്കിൽ അത് തുറന്നു പറ. ശരി. അങ്ങനൊരുത്തൻ ചന്തേ പോണം. നീ ഇങ്ങോട്ടേക്ക് ഞാൻ പോയച്ചു വരാം. അല്ലല്ല, എനിക്ക് ചന്തേ പോണം. നിനക്ക് ചന്തേ പോണെങ്കിൽ അങ്ങ് പോയാ എന്നോട് എന്തിനാ ഈ പറയുന്നേ? അല്ല, പൈസ കിട്ടിയിരുന്നെങ്കിൽ ചന്തേ പോവായിരുന്നു. പൈസ? ഞാൻ തന്ന പൈസയൊക്കെ എവിടെ? പൈസ തീർന്നു പോയി കൊച്ചമ്മ. ആഹാ, അത് ശരി. എടാ, ഒരാഴ്ച കൂടുതൽ കയ്യിൽ ചെലവാക്കാനുള്ള പൈസ ഞാൻ തന്നു. ഇവിടെ ആണെങ്കിൽ ഇപ്പൊ പ്രതീക്ഷയില്ല, സുരഭി ഇല്ല. അല്ല, രണ്ടുപേരിലേ ഇല്ലാതുള്ളൂ, ബാക്കിയുള്ള ആൾക്കാരുണ്ടല്ലോ. ബാക്കിയുള്ള ആൾക്കാര്? ആ ബാക്കിയുള്ള ആൾക്കാരില്ലേ, ഞാനും നമ്മുടെ മോളും കൊച്ചുമോളും, നിനക്കറിയാമല്ലോ. കാര്യം ഇങ്ങനെയൊക്കെ ഇരിക്കുന്നെങ്കിലും കോഴി ചകഞ്ഞ് തിരുന്നാൽ അവിടെ ശാലമല്ലോ തിന്നേച്ച് ഞങ്ങളെ ഞങ്ങളുടെ പാട്ടിന് പോകും. പിന്നുള്ളത് പ്രശോഭും ലക്ഷ്മിയും നീയും ആണല്ലോ. അതാ ഞാൻ ചോദിക്കുന്നേ. അപ്പൊ കണക്ക് നോക്കി വരുമ്പോഴേ രണ്ടുപേരുടെ മിച്ചം വരുമ്പോ അതും കൂടെ ചേർത്ത് ഇച്ചിരി പൈസ നിന്റെ കാണണം. എവിടെ പോയി കാശ്? കൊച്ചമ്മ, ഞാനും കുറച്ചല്ലേ കഴിക്കുള്ളൂ. പിന്നെ കണക്കാവുമ്പോഴേ കൊച്ചമ്മ ഏറ്റക്കുറച്ചിലുണ്ടാവുമല്ലോ. അത് നേരാ നീ പറഞ്ഞത്. കണക്ക് തന്നെ ആയിരിക്കണം. അതുകൊണ്ടാ പണ്ടുള്ള വിവരമുള്ളവര് പറഞ്ഞാലേ, കളഞ്ഞാലും അളന്ന്, അതായത് കടലിൽ കളഞ്ഞാലും അളന്ന് കളയണം. മനസ്സിലായോ? അപ്പൊ കണക്കായിരിക്കണം. എനിക്ക് കുറെ കണക്ക് പറയണമെന്നുണ്ട്. കൊച്ചമ്മയുടെ കണ്ണ് വെട്ടിച്ച് ചിക്കൻ ബിരിയാണി ഞാൻ രമണിക്കും ചന്ദ്രയ്ക്കും കൊണ്ടു കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച അടപ്രഥമം ഉണ്ടാക്കി രമണിയുടെ മോക്കും കൊണ്ടു കൊടുത്തിട്ടുണ്ട്. ഇത് എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ? നീ എന്താടാ ഈ മോന്ത വെച്ചോണ്ട് ഘോഷ് കാണിക്കുന്നത്? ആട്ടി എന്തോ നീ പറയുന്നേ? ഒന്നുമില്ല കൊച്ചമ്മ എന്തെങ്കിലും എന്തോന്നോ പറയുന്ന പോലെ എനിക്ക് തോന്നി. മുഖത്ത് കുറെ എക്സ്പ്രഷൻസും കണ്ട്. എന്തോന്ന് എനിക്ക് മനസ്സിലായില്ല. നീ എന്തോ ഈ മോന്തോണ്ട് ഇങ്ങനെയൊക്കെ ഇല്ല, ചെറിയ ജലദോഷം പോലെയൊക്കെ വരും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക്. ഏതായാലും ശരി, കണക്ക് കൃത്യമായിട്ട് ഇനിമേൽ എഴുതണം. തൽക്കാല ആവശ്യത്തിന് ഞാൻ ഡ്രൈവർ ദീപുവിന്റെ കൊടുത്തിട്ടുണ്ട്. ഒരു 500 രൂപ വാങ്ങിച്ചു. ദീപുന്റെ എന്തിനു കൊടുത്തത്? എന്റെ തന്നാ പോരായിരുന്നു, ഞാൻ അത്രയും സൂക്ഷിച്ചു വെക്കൂലേ? ഷെടാ, നിന്റെ തന്ന പൈസ നിന്റെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വേറൊരു കാര്യത്തിന് കൊടുത്തത് ആ പൈസ. അതിൽ നിന്ന് വാങ്ങിച്ചോളാൻ 500. പക്ഷെ കൊച്ചമ്മ, എന്താണെന്ന് അറിഞ്ഞുകൂടാ. തലേ ദിവസം എന്തെങ്കിലും വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം കാണൂല. തലേ ദിവസം വാങ്ങിച്ചു പിറ്റേ ദിവസം കാണൂലേ? അതെവിടെ പോന്നെ? എന്തോ എനിക്കറിഞ്ഞൂടാ കൊച്ചമ്മ.
അങ്ങനെ പോകാൻ വഴിയില്ലല്ലോ. ഒരു വഴിയില്ല. നീ അറിയാതെ ഈ വീട്ടിൽ നിന്ന് ഒരു സാധനം പുറത്തു പോകത്തില്ല. പിന്നെ എങ്ങനെ അടുക്കളയിലിരിക്കുന്ന ഫ്രിഡ്ജിൽ നിന്ന് സാധനം പോകുന്നത്? എന്തോ കൊച്ചമ്മ, എനിക്ക് അറിഞ്ഞൂടെ കൊച്ചമ്മ. എന്താ കൊച്ചമ്മേ ഇവിടെ കാശ് കൊടുത്ത് സാധനം വാങ്ങിച്ചു വെക്കുന്നത് ഞാന്. അതെ. കാണാതെ പോകുന്നത് എങ്ങനെയാ അതിനകത്ത് നിൽക്കുന്ന നിനക്ക് അറിഞ്ഞൂടുന്നു? അല്ല ഇനിയിപ്പം സാവിത്രിയോ ഭർത്താവോ വല്ല രാത്രിയില് അത് ശരി, രാത്രിയില് സാവിത്രിയോ ഭർത്താവോ വന്ന് നമ്മുടെ ഫ്രിഡ്ജിനകത്ത് നിന്ന് സാധനം എടുത്തോണ്ട് പോകും. ചിലപ്പം പോവും. ആണോ? അതോ നീ വിളിച്ചു കൊടുക്കുന്നതാണോ? ഇല്ല ഇല്ല. അല്ലല്ലേ, അല്ല നിന്നെ വിശ്വസിക്കാനൊക്കത്തില്ല. ചത്തവനെ വിളിച്ച് നീ വേണേ ഇവിടെ ഇരിക്കുന്ന സാധനം പെറുക്കി കൊടുക്കും. അയ്യോ കൊച്ചമ്മ പൈസ വാങ്ങിച്ചോട്ടോ. പോയി വാങ്ങിച്ചോണ്ട് വാ. തരുന്ന പൈസയൊക്കെ രമണിയുടെ പേഴ്സിലോട്ട് പോവുക, എന്നിട്ട് സാവിത്രി എടുത്തെന്ന് പറയാ. ചെല്ല്. അയ്യോടാ, എന്താ മക്കളെ വല്ലാതിരിക്കുന്നേ? രണ്ടുപേരും കൂടെ രാവിലെ വഴക്ക് തുടങ്ങിയിരിക്കുക അച്ഛമ്മേ. ആരടുത്തെങ്കിലും ഒരാൾക്ക് നിർത്താൻ ചോദിച്ചപ്പം എന്നെ പിടിച്ച് പുറത്താക്കി. എന്നും നിന്റെ അമ്മയ്ക്കും അച്ഛനും ഇതാണോ ജോലി? അതാ അച്ഛമ്മേ ഞാനും ആലോചിക്കണേ, ഇവർക്ക് വഴക്കുണ്ടാക്കി ബോറടിക്കൂലേ? ഇന്നെന്താ മക്കളെ കാര്യം? ഇന്നത്തെ വിഷയമാണ് അടിപൊളി. എന്താ ഇന്നത്തെ വിഷയം അച്ഛമ്മ. അച്ഛമ്മേ? ഞാനോ? യെസ്. അയ്യോ എന്ത് ചെയ്യാത്തത്? അതെ, നിങ്ങളെ പോലെ എനിക്ക് ചെയ്യാൻ അറിയുന്നത്. ഞാൻ ചെയ്യാത്ത എന്താന്ന് വെച്ചാൽ എന്റെ അന്തസ് എന്നെ സമ്മതിക്കുന്നില്ല. എന്റെ അമ്മ ആരോട് എന്ത് പറഞ്ഞെന്നാണ് നീ പറയണത്? ഇന്നലെ മോളിൽ കണ്ട സുലോചന ആന്റിയോട്. ഏത് സുലോചന? ആ ഓറഞ്ച് സാരി കൊടുത്ത ഒരു ആന്റി എന്റെ അടുത്ത് വന്ന് സംസാരിച്ചില്ലേ? ഞാൻ ആരും കണ്ടൊന്നുമില്ല. കാണില്ല. നിങ്ങളുടെ അമ്മയുടെ കാര്യം പറഞ്ഞ് ഞാൻ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണിൽ മൊത്തം കുത്തിയിട്ടുണ്ടാവും, കാതിലൊന്നും കേൾക്കത്തില്ല. മൊത്തം മുതൽ നീ കണ്ട? ഞാൻ പറയില്ല, വലുതും ഞാൻ പറഞ്ഞു പോകും. ഇത്രയും ഇതാക്കാൻ വേണ്ടിട്ട് അമ്മ അവരുടെ എന്തോന്ന് പറഞ്ഞെന്ന് നിങ്ങൾക്ക് അറിയണം അമ്മ എന്താ പറഞ്ഞെന്ന്? അറിയണ്ടേ? മൂത്ത വരുമ്പോള് പൊട്ടിയാണെന്ന്. എന്തോ ചിരിക്കണത്? ഒന്നുമില്ല. എടി അത് അമ്മ വല്ല തമാശയും പറഞ്ഞായിരിക്കും, പക്ഷെ അവര് പറഞ്ഞു കൊള്ളതാണ് കേട്ടോ. ഓഹോ, കൊള്ളതാണല്ലേ? ഇത് തന്നെ ഞാൻ പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ കൂട്ട് തന്നെയാ. നിങ്ങൾക്ക് എന്റെ അടുത്ത് യാതൊരു വിധ സ്നേഹവും ഇല്ല. എങ്ങനെ സ്നേഹിക്കും? ഇതല്ലേ അവതാരം. ഞാൻ എന്നെ കൊണ്ട് വല്ല പറയിപ്പിക്കരുത്. പറയടി, പറ. പ്രശോഭേ, എനിക്ക് കേക്കാം. ഞാൻ അതെന്താണാവുന്നോ? പ്രശോഭേ, ലക്ഷ്മി, ഓ എന്താണ് അവിടെ? എന്താണ് അവിടെ? ഒന്നുമില്ല. ഒന്നുമില്ലേ? എന്താ കേട്ട ബഹളമൊക്കെ? അത് പിന്നെ ഒരു പാറ്റ അടിക്കാൻ ഓട്ടിച്ചതാ. പാറ്റ അടിക്കാൻ പോയെന്ന്? എന്തോടാ? അത് ഒത്തിരി വലിയ പാറ്റായിരുന്നു അമ്മ. ഇവിടുത്തെ പാറ്റയ്ക്കൊക്കെ ഇച്ചിരി സൈസ് കൂടുതലെന്ന് എനിക്കറിയാം. ഇത്രയും മതി കള്ളത്തരം പറഞ്ഞൊക്കെ കേട്ടോ. എല്ലാം അറിഞ്ഞുകൊണ്ടാ ഞാനിവിടെ നിൽക്കുന്നത്. എന്റെ പേരും പറഞ്ഞ് പൊരിഞ്ഞ അടി നടക്കുകയായിരുന്നു നിങ്ങൾ തമ്മില്. എന്തോ കാര്യത്തിനാ ഇതൊക്കെ? അമ്മ, ആ ക്ലബിലെ സുലോചന ആന്റി അടുത്ത് ഞാൻ വെറും പൊട്ടിയാണെന്ന് പറഞ്ഞായിരുന്നോ? ആരോട്? ക്ലബിലെ സുലോചന ആന്റി അടുത്ത്. സുലോചന ആന്റിയോട്? എടി, ഞാൻ ക്ലബിൽ പോയിട്ട് മാസങ്ങൾ എത്രയായി? കാല് വയ്യാത്തോണ്ട് ഞാൻ ഈ വീട് വിട്ട് പുറത്തു പോകുന്നുണ്ടോ? പിന്നെ എങ്ങനെയാ സുലോചന ആന്റിയെ കാണുന്നത്, നിന്നെ കുറിച്ച് പറയുന്നതും? ഇതൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാവണല്ലോ. ആഹാ, മനസ്സിലാവുന്നില്ലയോ? മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ വേറെ രീതി പറഞ്ഞു കൊടുക്കാം. സുലോചന ആന്റി അടുത്ത് പറഞ്ഞു പോലും. കഴിഞ്ഞ എത്രയോ കാലങ്ങളായി ഞാൻ ക്ലബിലും പോകുന്നില്ല, ഒരുത്തിയും കാണുന്നുമില്ല, ആരെയും വിളിക്കുന്നില്ല. ഏതായാലും നീ ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ സുലോചനെ ഒന്ന് വിളിക്കട്ടെ. രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. ആഹാ, അത് കൊള്ളാമല്ലോ. സുലോചന ആന്റിയും ക്ലബും പാറ്റയും വലിയ സൈസ് പാറ്റയും, എന്തൊക്കെ കഥ കേൾക്കണം ഞാന്. നിങ്ങളുടെ അമ്മ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞെങ്കിലേ കാര്യമായി പോയി. ഇവിടെ അടി കൊണ്ട് തന്നെ ഞാൻ ചാവൂ തോന്നണം. ആ ഫോണൊന്ന് മാറ്റി വെച്ചിട്ട് കഴിക്കാൻ നോക്കണ്ണ. എടോ, ആ ട്രാവൽസിലെ ചേട്ടൻ എനിക്ക് കിടന്ന് മെസ്സേജ് അയച്ചോണ്ടിരിക്കുക. പാസ്പോർട്ട് ഇന്ന് കൊടുക്കാന്ന് പറഞ്ഞടേ. പാസ്പോർട്ടിന്റെ എന്തൊരു കാര്യം പറഞ്ഞല്ലോ, എന്താന്നാണ്? പോണ്ടേ എനിക്ക്? അപ്പൊ മക്കള് പോവാൻ തന്നെ തീരുമാനിച്ചാ? പിന്നല്ലാതെ നാട്ടിലിങ്ങനെ ചുമ്മാ ഇരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. എന്തിനാ മക്കളെ അങ്ങനെയൊക്കെ ചിന്തിക്കണത്? നമുക്കിപ്പോ ഉള്ള കമ്പനിയൊക്കെ നോക്കി നടത്തി നിന്നാ പോരെ? അറിയാത്ത നാട്ടിൽ പോയിട്ട് എന്തിനാണ് മരുഭൂമി കിടന്ന് കഷ്ടപ്പെടുന്നത്? അല്ല, മരുഭൂമി മാത്രമല്ല, അവിടെ വേറെയും സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
ആ തന്നെ. എന്നാലും ഇവിടെ ഭയങ്കര ചൂടാണെന്നാണ് ഇവിടെ പെണ്ണുങ്ങളെല്ലാം പറയണത്. ചൂടൊക്കെ ആയിരിക്കും, പക്ഷേ ഏത് സ്ഥലമാണെങ്കിലും നമ്മൾ അവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ ആയിട്ട് പൊരുത്തപ്പെട്ട് നിൽക്കാൻ നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കണമല്ലോ. ആ അതല്ല മക്കളെ, ഇനിയിപ്പോ ഈ ഗൾഫിലൊക്കെ പോയാ എന്നാണ് തിരിച്ചു വരണത്? നിങ്ങൾക്കാണെങ്കിൽ ഒരു കുഞ്ഞുകൂടി ആയിട്ടില്ല. അതൊക്കെ ആവുക എന്റെ ആദ്യം സ്വന്തമായിട്ട് എനിക്ക് ഇവക്കും കയറി താമസിക്കാൻ ഒരു വീട് പോലും ആയിട്ടില്ല, പിന്നീടല്ലേ അതൊക്കെ അല്ലേ. നിങ്ങൾക്ക് ഇപ്പോഴേ 4-5 വീടുണ്ടല്ലോ. ആ വീടുകളൊക്കെ അമ്മ മേടിച്ചിട്ടിരിക്കുന്നല്ലേ ആന്റി. ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ സ്വന്തമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി വാങ്ങുന്ന വീടിനെ കുറിച്ചാണ്. അപ്പൊ മക്കളിനി അങ്ങോട്ടേക്ക് തിരിച്ചു പോകുന്നില്ലേ? ഇല്ല, നീ എന്തോന്നാണ് ഒന്നും മിണ്ടാതെ പ്ലേറ്റിൽ വരച്ചോണ്ടിരിക്കണത്? ഞാൻ എന്തെങ്കിലും മിണ്ടിയേ കൂടിപ്പോവും. അമ്മ ഇതിന്റെ കുഞ്ഞിന്റെ കാര്യം പ്രതീക്ഷ സംസാരിച്ചത് അത് ആവശ്യമില്ലാത്ത വർത്താനമാണോ? ആവശ്യമില്ലാത്ത വർത്താനമാണോ അടി? ഞാൻ പിന്നെ ആരുടെ അടുക്ക് ചോദിക്കും? നിന്റെ അടുക്ക് ചോദിച്ചാ നീ മറുപടി അറിയോ? ഇല്ലല്ലോ. ഓ, നിന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് സമാധാനം ഉണ്ടായിരുന്നേനെ. അമ്മ എന്തിനാണ് ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്? എന്തായാലും നടക്കാതെ നടക്കുള്ളൂ. നിനക്ക് അങ്ങനെ പറയാം, എന്റെ ഉള്ളിലെ വെപ്രാളം എനിക്കല്ലേ അറിയുള്ളൂ. ഓ സുരഭി, ഞാൻ ഇറങ്ങിക്കോ. ഇറങ്ങട്ടെ. ഈ മക്കളിപ്പൊ തന്നെ ഗൾഫിൽ പോണേണോ? ആ ഇപ്പൊ പോവല്ല, എനിക്ക് പോകുന്നതിന്റെ പേർപ്പസ് കുറച്ച് റെഡിയാക്കാനുണ്ട്, അതിനു വേണ്ടി പോട്ടെ എന്ന് ചോദിച്ചു. ഇറങ്ങട്ടെ. സമാധാനോ? ഞാൻ കരുതി ഇപ്പൊ തന്നെ പോണേന്ന്. തീരെ മണ്ടൂസാവല്ലേ അമ്മ. മക്കള് ഗൾഫിൽ പോവന്നെ. അത് ഞാൻ എന്റെ ടെൻഷൻ കൊണ്ട് ചോദിച്ചില്ല. അതിനെന്തിനാണ് കുഴപ്പം? ടെൻഷൻ ഇല്ല, പെൻഷൻ. കഴിക്കണ്ട, വേണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് പോകും. നിനക്കൊക്കെ ഉണ്ടാക്കി തരണം, എന്നെ വേണം തല്ലേ. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിച്ചു. ആ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ കല്യാണം കഴിക്കാൻ നിൽക്കല്ലേ. രമണിയാ കണ്ടിട്ടുണ്ട്. കാപ്പുടി കഴിഞ്ഞാ? കാപ്പുടിച്ചാ? കാപ്പുടിച്ചാ? കുത്തിയിരിക്കണം. നമുക്ക് 110 അല്ല 200 തരും. എന്റെ കൂടെ അങ്ങ് വീട്ടിലോട്ട് വരുന്നത്. 200 രൂപ തരണേലും വരണേലും ഒന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ജയിലിൽ ഒരുത്തൻ കിടപ്പുണ്ട്. അവൻ വരുമ്പോ അവൻ തരണതും കൂടെ വാങ്ങിച്ചിട്ട് എന്നെ അതും കൂടെ വീട്ടിൽ കൊണ്ടുപോകും. കൊണ്ടുപോവോ? അവൻ എനിക്ക് തരാണെങ്കിലേ തിരിച്ചതുപോലെ കൊടുക്കാനും എനിക്ക് പിന്നെ കൊടുക്കുകയും ചെയ്യും. അതിനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? എനിക്ക് ധൈര്യമുണ്ട്. വേണ്ട, കത്തിയും കൊണ്ടാ നടക്കണേ. ആ എന്റെ അമ്മ കൊച്ചിനെ പേടിക്കാതിരിക്കാനായിട്ടെ ഏലസ് കെട്ടി തന്നിട്ടുണ്ട്. എന്റെ പൊന്നണ്ണ, നിങ്ങൾ ഈ പരിപാടിയൊക്കെ വിട്ടിട്ട് വേറെ വല്ല പണിക്ക് പോകാൻ നോക്കാം. ഇല്ല ഇല്ല, ഞാൻ നിന്നെ കൊണ്ടേ പോവുള്ളൂ. എന്നെ കൊണ്ടേ പോവാ? അത്രേ ഉള്ളൂ. സത്യമായിട്ടും? സത്യമായിട്ട് അമ്മയാണ്. അമ്മയാണ്? അമ്മയാണ്. എന്നാ പിന്നെ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു മുറുക്കാൻ തരാം. ഓ, നിങ്ങൾ അതും തിന്ന് അങ്ങേര് വരണത് വരെ ഇവിടെ കുത്തിയിരി. ആ നീ എനിക്ക് വിഷം തന്നാലും ഞാൻ കഴിച്ച് ഇവിടെ കുത്തിരിക്കും കേട്ടാ, എത്ര ദിവസം വേണമെങ്കിലും. അത്രയ്ക്ക് നിങ്ങക്ക് പേടിയൊന്നും ഇല്ല അല്ലേ? അത്രയ്ക്ക് പേടി, എനിക്ക് അത്ര സ്നേഹമല്ലേടി നിന്നെ. സ്നേഹത്തിന് എന്ന് എനിക്ക് എന്തെങ്കിലും ഒക്കെ കൊണ്ടുവരല്ലോ. ഇന്ന് എനിക്ക് തിന്നാ ഒന്നും കൊണ്ടുവന്നില്ലേ? എന്റെ പൊന്നെ, അതിന്റെ പേര് ഞാൻ എന്റെ കൊച്ചമ്മന് മുമ്പ് ഉരുകിയിട്ടാണ് വന്ന് നിൽക്കുന്നത്. അതൊക്കെ ഞാൻ പിന്നീട് പറയാം. അത് പോട്ട്, ഇന്ന് ഒരു ദിവസത്തേക്ക് മാത്രം നീ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കും. എനിക്ക് ഒരിടത്ത് നിന്ന് വാങ്ങിച്ചു തിന്നാനൊന്നും പറ്റില്ല. നിങ്ങളെ എനിക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊണ്ടുപോവാ. ഓ സമ്മതിച്ച്. എന്റെ ചക്കരയ്ക്ക് എന്തോന്ന് വേണം? പുട്ട് വേണോ, അപ്പം വേണോ, ദോശ വേണോ, ഇടിയപ്പം വേണോ? എനിക്ക് ഈ പുട്ടും അപ്പോ ഇടിയപ്പോ ഒന്നും വേണ്ട. എനിക്ക് പൊറോട്ടയും ബീഫും. ശരി, മുട്ട ഒന്നും വേണ്ടേ? മുട്ട 2 മുട്ടയും കൂടെ ഇരിക്കട്ടെ. മാറ്റണ്ട കേട്ടാ, ഞാൻ ഇപ്പൊ മാറ്റണ്ട. സ്നേഹം കണ്ട, ഇതാണ് ഞാൻ നിങ്ങളെ വിട്ട്. പച്ചക്കറി വാങ്ങിക്കാൻ വന്നേ. പച്ചക്കറി വാങ്ങിക്കാൻ വന്നേ. കണക്ഷനാ എന്താ? നീ ആരുടെ എന്റെ അണ്ണനെ വരട്ടെ? ചേച്ചി അണ്ണനെ തേച്ചൊട്ടിയില്ല കേട്ടാ.
ഈ കാച്ചാന്റെ രമണിയൊക്കെ എന്റെ വാടൊന്നാണ് ആണോ നീ അറിയത്തില്ലേ ഞാൻ അണ്ണന്റെ മരുമോ ആര് പറഞ്ഞിട്ട് വാടാ ഒന്നുമില്ല ചന്തയിൽ ഒന്ന് പാടാ നീ. ചേച്ചി നീ ഒരു കാര്യം പറ. ഇല്ല. ഇതാ പറഞ്ഞോ അണ്ണാ ഇത് മിണ്ടാൻ. നിന്നെ മുഖത്തോട്ട് നോക്കിയാണ് ആരുണ്ടോ അത് ഇങ്ങോട്ട് വരണം. പറ അത് ആര് അതെ അണ്ണാ ഒരു കാര്യം എന്താണ് നിനക്ക് വിഷയം? ഞാനിത് സുഹാസിനി മേഡത്തിനോട് പറയും നീ എന്തിടാ സുഹാസിനി കൊച്ചമ്മടുത്ത് പറയണ കൊച്ചമ്മടുത്ത് പറഞ്ഞ നിനക്ക് 10 പൈസയുടെ ഗുണമില്ലല്ലോ. കുഴപ്പമില്ല ഗുണം കിട്ടണ്ട എന്താടാ നിനക്ക് എന്തോന്നാണ് അത് പറ. എന്തും ചെയ്യൂ എന്തും ചെയ്യും പറ. അങ്ങനെയാണെങ്കിലേ എനിക്ക് ആ വീട്ടിൽ നിന്നൊരു സാധനം എടുക്കാം അടുക്കളയിലുള്ള സാധനമോ അല്ല റൂമിലുള്ള സാധനമോ? അല്ല പിന്നെ പ്രതീഷിന്റെ പാസ്പോർട്ട് പ്രതീക്ഷൂനിന്റെ പാസ്പോർട്ടാ? പ്രതീക്ഷൂനിന്റെ പാസ്പോർട്ട് നിനക്കെന്തിന്? അതൊന്നും അറിയേണ്ട കാര്യം അല്ലെങ്കിൽ വേണ്ട ഞാൻ സുഹാസിനി വേണ്ട വേണ്ട എടുത്തു തരാം. പാസ്പോർട്ട് എടുത്തു തരാം. തീർന്നല്ല വിഷയം. ഓ ഇപ്പൊ വാങ്ങിച്ചോണ്ട് വരാൻ ചക്കര. ചക്കര വീട്ടിൽ പേരതാണ് ചക്കര എന്നാണ്. എന്തിനു മേടിച്ചോണ്ട് കൊടുക്കണോ അത് 2 ദോശയും രസമാണ്. അങ്ങനെയാണെങ്കിൽ എനിക്കും വേണം ദോശയും രസോടെ. നീ കഴിച്ചല്ലേടാ? ഞാൻ കഴിച്ച എന്നാലും വേണം. അയ്യോ ഒരു നേരെ കഴിക്കാവൂ. അത് കുഴപ്പമില്ല. കൊലച്ചു നിൽക്കണ വാഴ തന്നെ വെട്ടണം കേട്ടടാ. ആ വാഴ എന്നും കൊലച്ചിരിക്കണോ? എന്നാ എനിക്കും വേണം രസോടം പപ്പടം. വാ വാ. ഓക്കെ ചേച്ചി നിനക്കെപ്പോഴും ഈ കാറിന്റെ മുന്നേ ചാടുന്ന എന്നെ പണി. ചേട്ടാ ഇന്ന് എനിക്ക് എന്റെ പാസ്പോർട്ട് വേണം. ട്രാവൽസിൽ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ദിവസമാണ്. ഇടേ എന്റെ കയ്യിലില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയല്ല. അതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ ഒന്ന് മേടിച്ച് തരുവാണെങ്കിൽ പറയുന്ന ഡോക്യുമെന്റ് ഞാൻ സൈൻ ചെയ്യും. ഇനി അതിന്റെ ആവശ്യമില്ല. എന്തോന്നു? എടേ എന്റെ കയ്യിലില്ല. നീ അമ്മയെ കണ്ട് ചോദിക്കാൻ നോക്കും. ഹലോ ഞാൻ വന്നിട്ട് ഫണ്ട് റീസ് ചെയ്താൽ മതി. ചെക്കിന്റെ കാര്യം ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ട് സാജിന്റെ അടുത്ത്. എടാ ഞാൻ പറഞ്ഞു ആരോടും പറയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. എന്തുവാ? ഞാൻ വരാൻ ഒരു 15 മിനിറ്റ് ആവും. എടാ ഇന്നലെ സുരഭി വന്നിട്ടേ ആ ഡോക്യുമെന്റ്സിൽ നിന്റെ ഒപ്പിട്ട് കൊടുത്തു. അമ്മ പറഞ്ഞിട്ടാ അവള് വന്നത്. എടാ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞേക്കല്ലടാ. പറയൂ. ശരി ശരി. ദേട്ടൻ വരണം. എടാ ഞാൻ ഇവിടെ പാർലറാക്കിയിട്ട് ഓഫീസിലോട്ടാ. നിനക്ക് എവിടെയെങ്കിലും പോകണോ? വേണ്ട. ശരി ഓരോരോ വാശിയും വെച്ച് നടന്നു. അമ്മ ആരാ ഇത്? വില്ലാളി വീരനോ? എന്തുവാടാ അടുത്ത വെല്ലുവിളിക്ക് വന്നതാണോ നീ? അമ്മയെ കളിച്ച കളിയുണ്ടല്ലോ വളരെ ചീപ്പായി പോയി. ചന്ദ്രരാത്രി സുഹാസിനി ഉണ്ടല്ലോ ഇത്രയ്ക്കങ്ങ് തരം താഴരുത്. എന്താ നിന്റെ പ്രശ്നം? അമ്മ ഏതൊരു മത്സരത്തിനും നേരും നിറിവും ഉണ്ടാവും. പക്ഷെ അമ്മ അത് കാണിച്ചില്ല. അമ്മ കാണിച്ചത് എന്തുവാ? സുരഭിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിട്ട് എന്റെ കള്ളൊപ്പിട്ടങ്ങ് മേടിച്ചില്ലേ? അതും എന്നെ ബുദ്ധിമുട്ടിക്കാൻ. എന്ന് നിന്നോട് ആര് പറഞ്ഞു? എന്റെ പൊന്നമ്മ ആര് പറഞ്ഞാലും സംഭവിച്ച ഇതൊക്കെ തന്നെയാണല്ലോ. മൊത്തത്തിൽ മടുത്തമ്മ. അമ്മ ഇത്രയ്ക്കും കഥപ്പിടിക്കരുതെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. മൊത്തത്തിൽ എന്റെ ജീവിതമേ മടുത്തുകളാം. ഒന്നും പറയാനില്ല. ഞാനിനി ഒരിക്കലും കൂടെ തിരിച്ചെടുത്തില്ല. നോക്കിക്കോ.
ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.